എപ്പിക് ലൈബ്രറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ലോഗോസ് ക്വിസിന്റെ പഠനം നമ്മൾ ആരംഭിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുമല്ലോ. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു എപ്പിക് ലൈബ്രറി. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായവുമായി ബന്ധപ്പെട്ട 60 ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1. ന്യായാധിപന്മാർ അധ്യായം 11-ൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 40 വാക്യങ്ങൾ. ചോദ്യം 2. ജെഫ്ത ഏതു നാട്ടുകാരനായിരുന്നു? ഉത്തരം ഗിലെയാദുകാരൻ. ചോദ്യം 3. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ അവൻ വേശ്യാപുത്രനായിരുന്നു എന്ന് പറയുന്നത് ആരെ പറ്റിയാണ്? ഉത്തരം ജെഫ്ത. ചോദ്യം 4. ഗിലെയാദ് ആരുടെ പിതാവായിരുന്നു? ഉത്തരം ജെഫ്തായുടെ. ചോദ്യം 5. പൂരിപ്പിക്കുക. ഗിലെയാദുകാരനായ ജെഫ്ത ഡാഷ് ആയിരുന്നു. ഉത്തരം ശക്തനായ സേനാനി. ചോദ്യം 6. ഞങ്ങളുടെ പിതാവിന്റെ അവകാശം നിനക്ക് ലഭിക്കുവാൻ പാടില്ല, നീ അന്യസ്ത്രീയുടെ മകനാണല്ലോ, ഇത് പറഞ്ഞത് ആരാണ്? ഉത്തരം ഗിലെയാദിന് സ്വഭാര്യയിലുണ്ടായ മക്കൾ. ചോദ്യം 7. ജെഫ്ത തന്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി എവിടെയാണ് താമസിച്ചത്? ഉത്തരം തോബ് എന്ന സ്ഥലത്ത്. ചോദ്യം 8. ഒരു നീചസംഘം അവനോട് ചേർന്ന് കൊള്ള ചെയ്ത് നടന്നിരുന്നു, ആരോട് ചേർന്ന്? ഉത്തരം ജെഫ്തായോട്. ചോദ്യം 9. ജെഫ്തായുടെ കാലത്ത് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത് ഏതു ജനതയാണ്? ഉത്തരം അമ്മോന്യർ. ചോദ്യം 10. അമ്മോന്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നപ്പോൾ ജെഫ്തായെ കൂട്ടിക്കൊണ്ടുവരുവാൻ തോബ് ദേശത്തേക്ക് പോയത് ആരാണ്? ഉത്തരം ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ. ചോദ്യം 11. ജെഫ്തായെ എവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവരാനാണ് ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ പോയത്? ഉത്തരം തോബ് ദേശത്തു നിന്ന്. ചോദ്യം 12. പൂരിപ്പിക്കുക. അവർ ജെഫ്തായോട് പറഞ്ഞു, ഡാഷ് യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണം. ഉത്തരം അമ്മോന്യരോടുള്ള. ചോദ്യം 13. അമ്മോന്യരോടുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണമെന്ന് ജെഫ്തായോട് പറഞ്ഞത് ആരാണ്? ഉത്തരം ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ. ചോദ്യം 14. അമ്മോന്യരോടുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണമെന്ന് ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞത് ആരോടാണ്? ഉത്തരം ജെഫ്തായോട്. ചോദ്യം 15. നിങ്ങൾ എന്നെ വെറുക്കുകയും എന്റെ പിതാവിന്റെ ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേ എന്ന് ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട് ചോദിച്ചത് ആരാണ്? ഉത്തരം ജെഫ്ത. ചോദ്യം 16. അമ്മോന്യരോട് പോരാടാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോവുകയും കർത്താവ് അവരെ എനിക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്താൽ ഞാൻ എന്തു ചെയ്യുമെന്നാണ് ജെഫ്ത ശ്രേഷ്ഠന്മാരോട് പറഞ്ഞത്? ഉത്തരം നിങ്ങളുടെ നേതാവാകും. ചോദ്യം 17. ആര് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാർ ജെഫ്തായോട് പറഞ്ഞത്? ഉത്തരം കർത്താവ്. ചോദ്യം 18. നീ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യും, തീർച്ച. ആര് ആരോട് പറഞ്ഞതാണിത്? ഉത്തരം ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ ജെഫ്തായോട്. ചോദ്യം 19. അവൻ ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട് കൂടെ പോയി, ആര്? ഉത്തരം ജെഫ്ത. ചോദ്യം 20. ജെഫ്ത ജനങ്ങളോട് സംസാരിച്ചത് എവിടെ വെച്ചാണ്? ഉത്തരം മിസ്പായിൽ കർത്താവിന്റെ മുമ്പിൽ വെച്ച്. ചോദ്യം 21. ജെഫ്ത ആരെയാണ് അമ്മോന്യ രാജാവിന്റെ അടുത്തേക്ക് അയച്ചത്? ഉത്തരം ദൂതന്മാരെ. ചോദ്യം 22. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ എവിടെ മുതലുള്ള എന്റെ സ്ഥലം കൈവശപ്പെടുത്തിയെന്നാണ് അമ്മോന്യ രാജാവ് ജെഫ്തായുടെ ദൂതന്മാരോട് പറഞ്ഞത്? ഉത്തരം അർണോൺ മുതൽ. ചോദ്യം 23. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ എവിടെ വരെയുള്ള എന്റെ സ്ഥലം കൈവശപ്പെടുത്തിയെന്നാണ് അമ്മോന്യ രാജാവ് ജെഫ്തായുടെ ദൂതന്മാരോട് പറഞ്ഞത്? ഉത്തരം ജാബോക്കും ജോർദാനും വരെ. ചോദ്യം 24. ആരുടെ ദേശം ഇസ്രായേൽ കൈയടക്കിയിട്ടില്ലെന്നാണ് ജെഫ്ത ദൂതന്മാർ വഴി അമ്മോന്യ രാജാവിനെ അറിയിച്ചത്? ഉത്തരം മോവാബ്യരുടെയോ അമ്മോന്യരുടെയോ ദേശം. ചോദ്യം 25. പൂരിപ്പിക്കുക. അവർ ഈജിപ്തിൽ നിന്ന് വരും വഴി മരുഭൂമിയിൽ കൂടി ചെങ്കടൽ വരെയും അവിടെ നിന്ന് ഡാഷ് വരെയും എത്തി. ഉത്തരം കാദഷ് വരെ. ചോദ്യം 26. കാദഷിലെത്തിയ ഇസ്രായേൽ ജനം കടന്നു പോകാനുള്ള അനുമതി ആദ്യം ചോദിച്ചത് ഏതു ദേശത്തെ രാജാവിനോടാണ്? ഉത്തരം ഏദോം രാജാവിനോട്.
ചോദ്യം 27. കാദേശിലെത്തിയ ഇസ്രായേൽ ജനം കടന്നു പോകാനുള്ള അനുമതി രണ്ടാമത് ചോദിച്ചത് ഏത് ദേശത്തെ രാജാവിനോടാണ്? ഉത്തരം മോവാബ് രാജാവിനോട്. ചോദ്യം 28. ഇസ്രായേൽ ജനം മോവാബിന്റെ കിഴക്ക് താവളമടിച്ചത് എവിടെയാണ്? ഉത്തരം അർണോന്റെ മറുകരയിൽ. ചോദ്യം 29. മോവാബിന്റെ അതിർത്തി ഏതാണെന്നാണ് ന്യായാധിപന്മാർ അധ്യായം 11 പറയുന്നത്? ഉത്തരം അർണോൺ. ചോദ്യം 30. ഇസ്രായേൽ ജനം കടന്നുപോകാനുള്ള അനുമതി ചോദിച്ച ഹെഷ്ബോണിലെ അമോര്യ രാജാവ് ആരാണ്? ഉത്തരം സീഹോൻ. ചോദ്യം 31. സീഹോൻ ഇസ്രായേലിനെതിരെ പൊരുതാനായി താവളമടിച്ചത് എവിടെയാണ്? ഉത്തരം യാഹാസിൽ. ചോദ്യം 32. സീഹോനെ പരാജയപ്പെടുത്തി ഇസ്രായേൽ പിടിച്ചെടുത്തത് ഏത് ജനതകൾ വസിച്ചിരുന്ന ദേശമാണ്? ഉത്തരം അമോര്യർ. ചോദ്യം 33. മരുഭൂമി മുതൽ എവിടെ വരെയുള്ള അമോര്യരുടെ ദേശമാണ് ഇസ്രായേൽ കൈവശപ്പെടുത്തിയത്? ഉത്തരം ജോർദാൻ വരെ. ചോദ്യം 34. പൂരിപ്പിക്കുക. അങ്ങനെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്നെ തന്റെ ജനമായ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് ഡാഷ് തുരത്തിയിരിക്കെ നീ അവ കൈവശമാക്കാൻ പോകുന്നുവോ? ഉത്തരം അമോര്യരെ. ചോദ്യം 35. മോവാബ് രാജാവായ ബാലാക്ക് ആരുടെ പുത്രനായിരുന്നു? ഉത്തരം സിപ്പോറിന്റെ. ചോദ്യം 36. പൂരിപ്പിക്കുക. നിന്റെ ദൈവമായ ഡാഷ് നിനക്ക് തരുന്നത് നീ കൈവശം വയ്ക്കുന്നില്ലേ? ഉത്തരം കെമോഷ്. ചോദ്യം 37. അവൻ എപ്പോഴെങ്കിലും ഇസ്രായേലിനെ എതിർത്തിട്ടുണ്ടോ? അവർക്കെതിരെ യുദ്ധത്തിനിറങ്ങിയിട്ടുണ്ടോ? ആര്? ഉത്തരം ബാലാക്ക്. ചോദ്യം 38. ഇസ്രായേൽ 300 വർഷം ജീവിച്ചു എന്ന് ജഫ്ത പറഞ്ഞതിൽ പെടാത്ത പ്രദേശം ഏത്? ഉത്തരം ജോർദാൻ തീരം. ചോദ്യം 39. ന്യായാധിപനായ ആരെ പറ്റിയാണ് ന്യായാധിപന്മാർ 11:27 പറയുന്നത്? ഉത്തരം കർത്താവ്. ചോദ്യം 40. ജഫ്തായുടെ സന്ദേശം വകവയ്ക്കാതിരുന്നത് ആര്? ഉത്തരം അമ്മോന്യ രാജാവ്. ചോദ്യം 41. പൂരിപ്പിക്കുക. കർത്താവിന്റെ ആത്മാവ് ജഫ്തായുടെ മേൽ ആവസിച്ചു. അവൻ ഗിലെയാദ്, മനാസെ എന്നിവിടങ്ങളിൽ കൂടി ഡാഷിലേക്ക് കടന്ന് അമ്മോന്യരുടെ ദേശത്തേക്ക് പോയി. ഉത്തരം ഗിലെയാദിലെ മിസ്പയിലേക്ക്. ചോദ്യം 42. ജഫ്ത നേർന്ന നേർച്ചയിൽ തന്നെ എതിരേൽക്കാൻ വരുന്നവനെ എങ്ങനെ കർത്താവിന് അർപ്പിക്കുമെന്നാണ് പറയുന്നത്? ഉത്തരം ദഹനബലിയായി. ചോദ്യം 43. അമ്മോന്യരുടെ എത്ര പട്ടണങ്ങളിലാണ് ജഫ്ത കൂട്ടക്കൊല നടത്തിയത്? ഉത്തരം 20 പട്ടണങ്ങളിൽ. ചോദ്യം 44. പൂരിപ്പിക്കുക. അരോവർ മുതൽ മിന്നിത്തിന് സമീപം വരെയും ഡാഷ് വരെയും 20 പട്ടണങ്ങളിൽ അവൻ അവരെ വകവരുത്തി. ഉത്തരം ആബേൽ കെരാമിം വരെ. ചോദ്യം 45. അമ്മോന്യർ ഇസ്രായേലിന് കീഴടങ്ങിയ ശേഷം ജഫ്ത എവിടേക്കാണ് വന്നത്? ഉത്തരം മിസ്പയിലെ തന്റെ വീട്ടിലേക്ക്. ചോദ്യം 46. അമ്മോന്യരെ കീഴടക്കിയ ശേഷം വീട്ടിലേക്ക് വന്ന ജഫ്തയെ എതിരേൽക്കാൻ വന്നത് ആരായിരുന്നു? ഉത്തരം അവന്റെ മകൾ. ചോദ്യം 47. ജഫ്തയെ എതിരേൽക്കാൻ അവന്റെ മകൾ വന്നത് എങ്ങനെയായിരുന്നു? ഉത്തരം തപ്പുകൊട്ടി നൃത്തം വെച്ച്. ചോദ്യം 48. ജഫ്തയ്ക്ക് എത്ര മക്കളുണ്ടായിരുന്നു? ഉത്തരം ഒരാൾ. ചോദ്യം 49. അയ്യോ മകളെ, നീ എന്നെ ദുഃഖത്തിലാഴ്ത്തിയല്ലോ എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം ജഫ്ത. ചോദ്യം 50. തന്നെ എതിരേൽക്കാനായി മകൾ വരുന്നത് കണ്ടപ്പോൾ ജഫ്ത എന്താണ് ചെയ്തത്? ഉത്തരം വസ്ത്രം കീറി. ചോദ്യം 51. നേർച്ചയിൽ നിന്ന് പിന്മാറാൻ എനിക്ക് സാധിക്കുകയില്ല. ആര് ആരോട് പറഞ്ഞു? ഉത്തരം ജഫ്ത തന്റെ മകളോട്. ചോദ്യം 52. കർത്താവ് ശത്രുക്കളായ അമ്മോന്യരോട് പ്രതികാരം ചെയ്തല്ലോ. ആരുടെ വാക്കുകളാണിവ? ഉത്തരം ജഫ്തായുടെ മകളുടെ. ചോദ്യം 53. ജഫ്തായുടെ മകൾ അനുവാദം ചോദിച്ചത് എന്തിനെ പ്രതി വിലപിക്കാനാണ്? ഉത്തരം തന്റെ കന്യാത്വത്തെ പ്രതി. ചോദ്യം 54. തന്റെ കന്യാത്വത്തെ പ്രതി എത്രനാൾ വിലപിക്കാനുള്ള അനുവാദമാണ് ജഫ്തായുടെ മകൾ ചോദിച്ചത്? ഉത്തരം 2 മാസം. ചോദ്യം 55. ജഫ്ത തന്റെ മകളുടെ അപേക്ഷയനുസരിച്ച് അവളെ അയച്ചത് എവിടേക്കാണ്? ഉത്തരം പർവ്വതങ്ങളിലേക്ക്. ചോദ്യം 56. ജഫ്തായുടെ മകൾ തന്റെ കന്യാത്വത്തെ പ്രതി വിലപിക്കാൻ പർവ്വതങ്ങളിലേക്ക് പോയത് ആരോടൊപ്പമാണ്? ഉത്തരം സഖിമാരോടൊപ്പം. ചോദ്യം 57. 2 മാസം കഴിഞ്ഞ് അവൾ പിതാവിന്റെ പക്കലേക്ക് തിരിച്ചു വന്നു. ആര്? ഉത്തരം ജഫ്തായുടെ മകൾ. ചോദ്യം 58. ഇസ്രായേൽ പുത്രിമാർ വർഷം തോറും 4 ദിവസം കരയാൻ പോയിരുന്നത് ആരെ ഓർത്താണ്? ഉത്തരം ഗിലെയാദുകാരനായ ജഫ്തായുടെ പുത്രിയെ. ചോദ്യം 59. ജഫ്ത യുദ്ധം ചെയ്യാൻ അമ്മോന്യരുടെ അതിർത്തി കടന്നു. കർത്താവ് അവരെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അധ്യായവും വാക്യവും പറയുക.
ഉത്തരം ന്യായാധിപന്മാർ 11:32. ചോദ്യം 60 പൂരിപ്പിക്കുക. ഗിലെയാദുകാരനായ ജഫ്തായുടെ പുത്രിയെ ഓർത്ത് ഇസ്രായേൽ പുത്രിമാർ ഡാഷ് കരയാൻ പോവുക പതിവായി തീർന്നു. ഉത്തരം വർഷം തോറും 4 ദിവസം. 2025 ലോഗോസ് ക്വിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ ആദ്യത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗവുമായി ഉടൻ തന്നെ മടങ്ങിവരാം. എല്ലാവർക്കും നന്ദി.